ഇന്ന് നമ്മളൊരു മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മൊമോസ് നമ്മൾ സാധാരണ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ മൊമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് മൊമോസിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ മൊമോസിൽ ചിക്കൻ വേവിച്ചിട്ടല്ല ചേർക്കുന്നത്. എന്നാൽ ചിക്കൻ അരച്ചിട്ട് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേവിച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇനി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മൈദാമാവ് ഒന്ന് കുഴച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം നമ്മൾ 1-2 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കണം. ഇത് നമുക്ക് പരത്തി എടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കണം, അതല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ വേവാൻ വെച്ചത് വെന്തോന്നൊന്ന് നോക്കണം. അപ്പോൾ ചിക്കനിലെ വെള്ളം നിറയെ ഉണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നമ്മൾ ചോപ്പ് ചെയ്തെടുത്തപ്പോൾ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയൊന്നും അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കനിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സവോള വഴറ്റിയപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ചിക്കനും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരല്പം മുളക് പൊടിയും കൂടി ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ആദ്യമേ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള വഴറ്റിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദാമാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദാമാവ് ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഇത് ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇനി ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത്രയും പരത്തിയതിൽ നിന്ന് നമുക്ക് ഒരു 3 എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുറച്ച് എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്താലും മതി.
അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ടിൻ്റെ അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ആ ഒരു മൊമോസിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫുള്ള് ഞാൻ ഒന്ന് ചെയ്തെടുക്കുകയാണ്. തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുമ്പോഴേക്കും ഈ ഒരു ഷേപ്പിലാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊമോസ് റെഡിയായി. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂരിയുടെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് എടുക്കുന്നത് പോലെ തന്നെ പ്ലേറ്റ്സ് എടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൊമോസ് നമുക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവനും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൊമോസ് ഓരോന്നായിട്ട് ആ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ദിയാസ് ടേസ്റ്റി കിച്ചൺ എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോഴേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മൊമോസൊക്കെ തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നു. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ സവള വഴറ്റുമ്പോൾ ആ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്